ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സ്ക്രീന് കാണുന്നുണ്ടോ? ക്ലിയർ ആണോ? ഹലോ. ക്ലിയർ ആണ്. സോ നമ്മൾ ഇന്ന് മൈക്രോയില് തിയറി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ഏരിയ ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആൻഡ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ഇതിൽ മിക്കവാറും നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും. ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്ത് പോവാം. ഓക്കെ. സോ സ്റ്റാർട്ടിങ് വിത്ത് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ട്രാൻസ്ഫോമിങ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട് എന്നാണ് നമ്മൾ പറയാറല്ലേ പ്രൊഡക്ഷന്. ആൻഡ് എ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, എ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അതാണ് എന്തും എ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഒരു ഫങ്ഷണൽ റിലേഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, Q is equal to function of എ ബി സി ഡി, അതൊക്കെ ഡിഫറെന്റ് ഇൻപുട്ട് ആണ്. Q എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട്. ഓക്കെ. സോ ഈ ഇൻപുട്ടും ഈ ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് എന്ത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ രണ്ട് രീതിയിലുള്ള പ്രൊഡക്ഷൻ ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും മറ്റൊന്ന് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. നമുക്കറിയാം ഈ ഇൻപുട്ടിന്റെ സ്വഭാവത്തിനനുസരിച്ചാണ്, അല്ലാതെ സമയം നോക്കിയിട്ടല്ല. ശരിക്കും സമയമാണ് ഒരു ഫാക്ടർ എന്നുണ്ടെങ്കിലും നമ്മൾ എക്കണോമിക്സിൽ ഷോർട്ട് റണ്ണും ലോങ് റണ്ണും ഡിവൈഡ് ചെയ്യുന്നത് ആ ഇൻപുട്ടിന്റെ സ്വഭാവത്തിനനുസരിച്ചാണ്. അതായത് എന്ത് തരം ഇൻപുട്ട് ആണ്, ഇൻ ദ സെൻസ് ഫിക്സ്ഡ് ഇൻപുട്ട് ആണോ അതോ വാരിയബിൾ ഇൻപുട്ട് ആണോ എന്നുള്ളത്. ഓക്കെ. ഫിക്സ്ഡ് ഇൻപുട്ട് എന്ന് വെച്ചാൽ ആ ഇൻപുട്ടിന്റെ ക്വാണ്ടിറ്റി ഫിക്സ്ഡ് ആയിരിക്കും. വാരിയബിൾ ഇൻപുട്ട് എന്ന് വെച്ചാൽ ആ ഇൻപുട്ടിന്റെ ക്വാണ്ടിറ്റി അത് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. സോ ഈ രണ്ട് ഫാക്ടർ നോക്കിയിട്ടാണ് ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഷോർട്ട് റൺ ആണോ ലോങ് റൺ ആണോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്യുന്നത്. ഒരു ഷോർട്ട് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഫിക്സ്ഡ് ഇൻപുട്ട് ഉണ്ടാകും ആൻഡ് വാരിയബിൾ ഇൻപുട്ട് ഉണ്ടാകും. ഈ രണ്ടും ഉണ്ടാകുന്നതാണ് എന്തോ ഒരു ഷോർട്ട് റൺ വാരിയബിൾ ഉണ്ടാവും. ലോങ് റണ്ണിലാണ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് ഒരു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ഒരു ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും പെട്ടെന്ന്. ഇപ്പോ ഒരു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമുക്ക് നാളത്തേക്ക് തന്നെ ഒരു 100 ലാബേഴ്സ് വേണമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അറേഞ്ച് ചെയ്യാൻ പറ്റും. നാളത്തേക്ക് നമുക്കൊരു പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് 100 അഡീഷണലി ലാബേഴ്സ് വേണം. അത് ഈസി ആയിട്ട് നമുക്ക് 100 ആൾക്കാർ അഡീഷണലി കൊണ്ടുവരാം. അതായത് അവിടെ ഒരു വാരിയബിൾ ഫാക്ടർ ആയി. പക്ഷെ നാളത്തേക്ക് നമുക്ക് വലിയൊരു ബിൽഡിംഗ് വേണം, അല്ലെങ്കിൽ വലിയൊരു മെഷീൻ ആൻഡ് എക്യുപ്മെന്റ്സ് യുഎസിലൊക്കെ ഉള്ള ഒരു മെഷീനും എക്യുപ്മെന്റ് നമുക്ക് നാളത്തേക്ക് വേണം എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. കാരണം അവിടെ ടെക്നോളജി അല്ലെങ്കിൽ ക്യാപിറ്റൽ, ഈ മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ്, ബിൽഡിംഗ് എന്ന് പറയുന്ന ഈ ഇൻപുട്ട് ഒക്കെ ആക്ച്വലി എന്താണ്, ഫിക്സ്ഡ് ആണ്. ഓക്കെ. കാരണം അത് കൂട്ടാനും കുറയ്ക്കാനും പറ്റില്ല. നിലവിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നാളെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ ഫിക്സ്ഡ് ഇൻപുട്ടുമായി വാരിയബിൾ ഇൻപുട്ടുമായി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, അതൊരു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആയിരിക്കും. ഇനി ലോങ് റൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം ഇതിലേക്ക് വരുന്നുണ്ട്, പക്ഷെ കൃത്യമായിട്ട് സമയം എല്ലാ ഫാക്ടർ എന്നുണ്ടെങ്കിലും ഇപ്പോൾ അടുത്തൊരു 5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് വലിയൊരു ബിൽഡിംഗ് വേണം, അത് ആണ്. അല്ലെങ്കിൽ ഒരു വലിയ ഒരു യുഎസിലൊക്കെ ഉള്ള ഒരു മെഷീനോ അല്ലെങ്കിൽ എക്യുപ്മെന്റോ ഒക്കെ നമുക്ക് ഇങ്ങോട്ട് വേണം, പ്രൊഡക്ഷനിലേക്ക് വേണം. അത് നമുക്ക് ഒരു 2-3 മാസം കൊണ്ട് ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റും. അപ്പൊ അത് ഒരു സമയം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ബിൽഡിംഗ് ആവട്ടെ അല്ലെങ്കിൽ മെഷീൻസ് ആവട്ടെ കുറച്ച് അടുത്തൊരു എന്ത് ചെയ്യണം, ഒരു 100 കോടി രൂപ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഷെയർ ഒക്കെ ഇഷ്യൂ ചെയ്തിട്ട് ആ ഫണ്ട് കണ്ടെത്താനൊക്കെ പറ്റും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് അവിടൊക്കെ ഇൻപുട്ടുകൾ എന്താണ്, നമുക്കൊരു സമയം കിട്ടുമെന്നുണ്ടെങ്കിൽ ആക്കണമെന്നില്ല, ഫിക്സഡ് ആക്കണം എന്നില്ല.
സോ ഈ രീതിയിലാണ് നമ്മൾ ഫിക്സ്ഡ് ഇൻപുട്ടും അതുപോലെ തന്നെ വാരിയബിൾ ഇൻപുട്ടും എന്ന് നമ്മൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ആൻഡ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് വൺ വാരിയബിൾ ഇൻപുട്ട്, വൺ വാരിയബിൾ ഫാക്ടർ, അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. നിങ്ങൾ ഇവിടെ നോക്കിയാൽ Q is equal to ഫംഗ്ഷൻ ഓഫ് ലാബർ ക്യാപിറ്റൽ. ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഫിക്സ്ഡ് ആണ്, ലാബർ വാരിയബിൾ ആണ്. സോ അതുകൊണ്ട് അത് എന്തായിരിക്കും, ഒരു വൺ വാരിയബിൾ ഫാക്ടർ ആണ്, ഒരു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, ഇനി ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷന് നമുക്കൊരു എക്സാമ്പിൾ ആണ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിലിന് ഒരു എക്സാമ്പിൾ ആണ്, ഒരു ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. കാരണം അവിടെ എല്ലാ വാരിയബിൾ ഇൻപുട്ടും ആണ്. ആൻഡ് ഒരു ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻസ്, ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻസ്, അത് നമ്മൾ പറയാറ് ഒരു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഒരു എക്സാമ്പിൾ ഒക്കെ ആയിട്ടാണ് നമ്മൾ അതിനെ പറയാം. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയാസ് ബുദ്ധിമുട്ടുണ്ടെന്നെങ്കിൽ പറയണം കേട്ടോ. അതൊന്ന് നിങ്ങളൊക്കെ ഇത് +2 മുതലേ പഠിക്കുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് അതിലേക്കൊന്നും പോവാത്തത്, ബോറടിപ്പിക്കാത്തത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ഇതിൽ ഏതെങ്കിലും നിങ്ങൾ അറിയാത്ത ഏരിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ പോരെ? ഹലോ ഷഹന, ബിൻസിയ, രണ്ടുപേരെ ഓക്കെ, നിങ്ങൾ രണ്ടുപേരെ ഇതിലുള്ളൂ. ഷെയർ ചെയ്ത് മനസ്സിലായില്ല? ഈ PDF ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സർ. അല്ലേ, ഞാൻ ഷെയർ ചെയ്തുതരാം, ഞാൻ വിട്ടുപോയതാണ്. കഴിഞ്ഞ ക്ലാസ് മൈക്രോ നമ്മളെ പോസ്റ്റ് മീൻസ് ഫസ്റ്റത്തത് കൺസ്യൂമർ ബിഹേവിയർ ഷെയർ ചെയ്തിരുന്നോ? അതുണ്ടല്ല, ഞാൻ അത് ഷെയർ ചെയ്തുതരാം. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഷെയർ ചെയ്തുതരാം. എന്നൊന്ന് ഓർമ്മിപ്പിച്ചാൽ മതി, അഥവാ ഞാൻ വിട്ടുപോയാൽ വാട്സപ്പിൽ ഒന്ന് ഓർമ്മിപ്പിച്ചു. സോ ഇനി പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 3 കോൺസെപ്റ്റ് ആണുള്ളത്. ഒന്ന് ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ്. സോ ടോട്ടൽ പ്രൊഡക്റ്റ് നമുക്കറിയാം, ടോട്ടലി ഒരു ഇത്ര ഇൻപുട്ടുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് എന്ത് നമ്മൾ അൾട്ടിമേറ്റ്ലി. ഇപ്പം നമ്മൾ ഇന്ന് ഇപ്പം അടുത്ത 10 ദിവസത്തേക്ക് നമുക്ക് എന്തുണ്ട്, ഒരു ജോലി ഉണ്ട്. ഓക്കെ, നിങ്ങളാണ് ഒരു പ്രൊഡക്ഷന്റെ മാനേജർ, നിങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഇന്ന് 10 ലാബേഴ്സും 10 ക്യാപിറ്റലും കൂടെ ഉപയോഗിച്ചിട്ട് എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കി. ഓക്കെ, സോ വൈകുന്നേരം ആകുമ്പോൾ നിങ്ങൾക്ക് എത്ര ഔട്ട്പുട്ട് കിട്ടി, അതാണ് എന്ത് ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി ആവറേജ് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ 10 ദിവസം നിങ്ങൾ എന്ത് ചെയ്തു, കണ്ടിന്യൂസ് ആയിട്ട് ലാബറും ക്യാപിറ്റലും ആയിട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, വർക്ക് ചെയ്തു. സോ ടോട്ടലി എത്ര ലാബർ ഉപയോഗിച്ചു, അല്ലെങ്കിൽ ടോട്ടൽ എത്ര ക്യാപിറ്റൽ ഉപയോഗിച്ചു, എന്നിട്ട് അതിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി കൊണ്ട് എത്ര ഔട്ട്പുട്ട്. ഇപ്പം 10 ലാബേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു 5 ഔട്ട്പുട്ട് ഉണ്ടാക്കി. ഓക്കെ, സോ ടോട്ടൽ നമ്പർ ഓഫ് ലാബേഴ്സ്, ടോട്ടൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ലാബേഴ്സ്. സോ ടോട്ടൽ ഔട്ട്പുട്ട് 5 ഔട്ട്പുട്ട് ആണ്, ആൻഡ് നമ്പർ ഓഫ് ലാബേഴ്സ് 10 ആണ്. അപ്പൊ അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആവറേജ് പ്രൊഡക്റ്റ് കിട്ടും. ദെൻ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ അഡീഷൻ ടു ടോട്ടൽ ഔട്ട്പുട്ട് വെൻ വി യൂസ് എൻ അഡീഷണൽ ഇൻപുട്ട്. സോ നിങ്ങൾ ഇങ്ങനെ പ്രൊഡക്ഷൻ ഇങ്ങനെ നടത്തുമ്പോൾ നിങ്ങൾ ആദ്യം ഇനീഷ്യലി 10 ലാബേഴ്സ് ആണ് ഉപയോഗിച്ചത്. 10 ലാബേഴ്സിനെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് 5 ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റി. ഇനി അഡീഷണലി 11ാമത്തെ ഒരു ലാബറും കൂടെ വന്നപ്പോൾ നിങ്ങൾക്ക് എന്തായി, ഈ 5 എന്നുള്ള ടോട്ടൽ ഔട്ട്പുട്ട് നിങ്ങൾക്ക് 7 ആയിട്ട് കൂടി. സോ അഡീഷണലി ഒരു ലാബർ വന്നപ്പോൾ നിങ്ങളുടെ ടോട്ടൽ ഔട്ട്പുട്ടിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ് എന്ത്, മാർജിനൽ പ്രൊഡക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് ടോട്ടൽ പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ് ആൻഡ് ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷനിലേക്ക് വരുമ്പോൾ അത് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇനി ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ആൻ ഇൻപുട്ട്. അതായത് നിങ്ങൾ ചിലപ്പോൾ പഠിക്കാൻ സാധ്യത ഇല്ലാത്തൊരു കോൺസെപ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ നിങ്ങൾ മിസ്സായി, നിങ്ങൾ ഡിഗ്രി സിലബസിൽ വരുന്നില്ല തോന്നുന്നു. ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ആൻ ഇൻപുട്ട് എന്ന് വെച്ചാൽ, സോ percentage change in the output divided by the percentage change in the quantity of a variable input used when other factors such as capital remains same. So നമ്മളൊക്കെ അറിയാം, ഫിക്സ്ഡ് ഇൻപുട്ട് ഉണ്ട്, വാരിയബിൾ ഇൻപുട്ട് ഉണ്ട്. സോ ഇത് രണ്ടും കൂടെ
ഇത് രണ്ടും കൂടെ നമ്മൾ വെച്ച സമയത്ത് സോ വാരിയബിൾ ഇൻപുട്ടിൽ വരുന്ന മാറ്റം നമ്മുടെ ടോട്ടൽ ഔട്ട്പുട്ടിൽ എത്ര മാറ്റം വരുത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ആൻ ഇൻപുട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ ലേബറും ക്യാപിറ്റലും. ക്യാപിറ്റൽ ഫിക്സ്ഡ് ആയിപ്പോയി, ബിൽഡിംഗ് മെഷീനറി ഒക്കെ ഫിക്സ്ഡ് ആയിപ്പോയി. സോ ഇവിടെ ലേബർ മാത്രമാണ് എന്ത് വാരിയബിൾ ആയിട്ടുള്ളത്. സോ ഇങ്ങനെ നമ്മൾ ഒരു യൂണിറ്റ് ലേബറിനെ കൂട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രൊപ്പോർഷനിൽ ഒരു ഇത്ര പെർസെൻറ്റേജ് ലേബറിനെ കൂട്ടുമ്പോൾ ഔട്ട്പുട്ടിൽ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് എന്ത് ഈ ഒരു ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ആൻ ഇൻപുട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ variable input, for example labor. Okay, ഈ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി നമുക്ക് ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ചേഞ്ചസ് ഇൻ ഔട്ട്പുട്ട് ചേഞ്ചസ് ലേബർ, അതായത് മാർജിനൽ പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ക്യൂ ബൈ എൽ എന്ന് പറയുന്നത് ആവറേജ് പ്രൊഡക്റ്റ് ആണ്. സോ ഇങ്ങനെ നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഡിവൈഡഡ് ബൈ ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ, ഈ ഒരു ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ലേബറും നമുക്ക് കിട്ടും. മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഡിവൈഡഡ് ബൈ ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ, ഇതാണ് മറ്റൊരു ഇക്വേഷൻ ഇത് കിട്ടാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻസ്. ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കതൊരു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ഇവിടെ ഒരു ഇൻപുട്ട് ഫിക്സ്ഡ് ആണ്, ബാക്കിയുള്ള ലേബർ വാരിയബിൾ ആണ്, ക്യാപിറ്റൽ ഫിക്സ്ഡ് ആണ്. ആൻഡ് ഇവിടെ ഇത് കുറെ അസംഷൻസ് ഉണ്ട്. ടെക്നോളജി കോൺസ്റ്റന്റ് ആണ്. ആൻഡ് അറ്റ്ലീസ്റ്റ് വൺ ഫാക്ടർ, ഒരു ഫാക്ടർ ഒരു ഇൻപുട്ട് വാരിയബിൾ ഒരു മറ്റൊരു ഇൻപുട്ട് വാരിയബിളും ആയിരിക്കണം. Then different factors of production can be employed in varying proportions. ഒരു ഫിക്സ്ഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൃത്യമായിട്ടുള്ള ഒരു അളവൊന്നുമില്ല, ഡിഫറെന്റ് പ്രൊപ്പോർഷൻസിൽ അത് ഉപയോഗിക്കാൻ പറ്റും. Then all the units of variable factors are identical. എല്ലാ ഫാക്ടേഴ്സും ഒരേപോലെ ഐഡന്റിക്കൽ ആണ്. എന്താണ് ഐഡന്റിക്കൽ എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ലേബർ ആണെങ്കിൽ ലേബർ എല്ലാം ഒരേപോലെയുള്ള ലേബർ ആണ്, അതായത് പ്രൊഡക്ടിവിറ്റി ഒക്കെ സെയിം ആണ്. ഇറ്റ്സ് ആക്ച്വലി ഇമ്പോസിബിൾ ആണ്, അതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഒരു അസംഷൻ ആണ് എന്ത് ലേബർ all the inputs are identical എന്നുള്ളത്. സോ ഇൻക്രീസ്ഡ് 1 by 1. അതുപോലെ തന്നെ ലേബർ വാരിയബിൾ ഫാക്ടർ 1, 2, 3, 4, 5, 6 അല്ല, അങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അല്ലാതെ ആദ്യം 2 ആള്, പിന്നെ 10 ആള്, പിന്നെ 100 ആള്, അങ്ങനെയല്ല. കണ്ടിന്യൂസ് ആയിട്ട് 1 ലേബർ, 2nd ലേബർ, 3rd ലേബർ, 4th ലേബർ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്നത്. സോ ഇതാണ് ഇതിന്റെ അസംഷൻസ്. നമുക്കറിയാം ഇതിന് 3 സ്റ്റേജ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് ആൻഡ് തേർഡ് സ്റ്റേജ്. സോ തേർഡ് സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസിങ് ആണ്, ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ് ആണ്. ആൻഡ് ടി പി ഇൻക്രീസിങ് ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും, ആവറേജ് പ്രൊഡക്റ്റ് റൈസസ്, ആവറേജ് പ്രൊഡക്റ്റും റൈസിങ് സ്റ്റേജിലാണ്. ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി കൂടുന്നുണ്ട് ആൻഡ് റീച്ചസ് ഇറ്റ്സ് rises but subsequently falls. മാർജിനൽ പ്രൊഡക്റ്റ് കൂടുന്നുണ്ട്, ബട്ട് മാക്സിമം എത്തി അതിനുശേഷം അത് ഫാളിംഗ് സ്റ്റേജിലാണ്. ഓക്കെ, ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിന്റെ എൻഡിൽ മാർജിനൽ പ്രൊഡക്റ്റ് കൂടിയിട്ട് അതൊരു കുറയുന്ന ഒരു ഫാളിംഗ് സ്റ്റേജിലാണ് ഉണ്ടാകുന്നത്. ആൻഡ് ആവറേജ് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഈ സ്റ്റേജിൽ ത്രൂ ഔട്ട് ഇൻക്രീസിങ് ആണ്. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി സ്റ്റേജ് AP is actually maximum. ഓക്കെ, സോ ഇവിടെ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ലേബർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഈ ഒരു സ്റ്റേജിൽ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ലേബർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇനി സെക്കൻഡ് സ്റ്റേജിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടി പി ഇസ് ആക്ച്വലി ഇൻക്രീസിങ് ബട്ട് അറ്റ് എ ഡിമിനിഷിംഗ് റേറ്റ് ആണ്. ആൻഡ് ബോത്ത് AP ആൻഡ് MP ഫാൾസ്. AP കുറയുന്നുണ്ട്, MP ഫാളിംഗ് ആണ്. ആൻഡ് MP becomes 0 by the end of the stage. ഈ ഒരു സ്റ്റേജിന്റെ എൻഡിലാണ് MP എന്താവുന്നത് 0 ആവുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു സ്റ്റേജിൽ എൻഡിൽ ടി പി എന്ന് പറയുന്നത് മാക്സിമം ആണ്.
എം പി ഈ സ്റ്റേജിന്റെ എൻഡിൽ ടി പി മാക്സിമം പോയിന്റിൽ എത്തുന്നുണ്ട്. എ പി കണ്ടിന്യൂസ്ലി ഫാളിംഗ് ആണ് ബട്ട് പോസിറ്റീവ് ആണ്. ആൻഡ് എം പി എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി ഫാളിംഗ് ആണ് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദി സ്റ്റേജ് ടു ദി എൻഡ് ആൻഡ് ഫൈനലി റീച്ചസ് അറ്റ് ദി മിനിമം പോയിന്റ്, സീറോയിലും എത്തുന്നുണ്ട്. ഓക്കെ, തേർഡ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ടി പി ഡിമിനിഷസ്, ടി പി ഫാളിംഗ് ആണ്. എ പി കണ്ടിന്യൂസ് ടു ഡിമി, എ പിയും ഫാളിംഗ് തന്നെയാണ് ബട്ട് പോസിറ്റീവ് ആണ്. ആൻഡ് എം പി ഈസ് ആക്ച്വലി നെഗറ്റീവ്. സോ സെക്കൻഡ് സ്റ്റേജിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ലേബർ ഈസ് ആക്ച്വലി ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, ആൻഡ് തേർഡ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ലേബർ ഈസ് ആക്ച്വലി less than 0 ആണ്, നെഗറ്റീവ് ആയി. ഓക്കെ, സോ എ rational producer will never choose point stage 1 and stage 3. ഒരു പ്രൊഡ്യൂസർ ഒരിക്കലും സ്റ്റേജ് 1ലോ അല്ലെങ്കിൽ സ്റ്റേജ് 3ലോ എന്ത് ചെയ്യില്ല, ചൂസ് ചെയ്യില്ല. കാരണം ഇതല്ലാതെ തന്നെ ബാക്കിയുള്ളത് ഏതാണ്, സ്റ്റേജ് 2 മാത്രമാണ്. ഒരു പ്രൊഡ്യൂസർ റാഷണൽ പ്രൊഡ്യൂസർ ആണ് എന്നുണ്ടെങ്കിൽ he will always tries to fix at stage second. സെക്കൻഡ് സ്റ്റേജിൽ പ്രൊട്ടക്ഷൻ ഫിക്സ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് നോർമലി ഒരു നാഷണൽ പ്രൊഡ്യൂസർക്ക് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാല് സ്റ്റേജ് 3യിൽ നമുക്ക് സംശയമൊന്നുമില്ല. സ്റ്റേജ് 3 എന്ന് പറയുന്നത് എല്ലാം ഫാളിംഗ് ആണ്, എം പി നെഗറ്റീവ് ആണ്, ടി പി ഫാളിംഗ് ആണ്, അതുപോലെ തന്നെ എ പിയും ഫാളിംഗ് ആണ്. ഒരിക്കലും he will never choose stage 3. അതുപോലെ തന്നെയാണ് സ്റ്റേജ് 1. സ്റ്റേജ് 1ന്റെ പ്രത്യേകത എന്ന് വെച്ചാലോ, നമ്മുടെ ഫാക്ടേഴ്സ് ഉണ്ട്, വാരിയബിൾ ഫാക്ടേഴ്സ് ഒക്കെ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഒരു ഇനീഷ്യലി ഉള്ള ഒരു പുള്ളപ്പ് മാത്രമാണ്. പക്ഷെ പ്രൊഡക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനിയും കൂട്ടാൻ പറ്റും. നിങ്ങളുടെ ടോട്ടൽ പ്രൊഡക്റ്റ് നോക്കിയാൽ മനസ്സിലാവും. പ്രൊഡക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വീണ്ടും കൂട്ടാൻ പറ്റും. ഇനീഷ്യലി അതൊരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ മാത്രമാണ് സ്റ്റേജ് 1ലുള്ളത്. അതൊരു മെച്യൂർഡ് ലെവലിലേക്ക് എത്തുന്നത് ഒരു സെക്കൻഡ് സ്റ്റേജിലാണ് പ്രൊഡക്ഷന്റെ. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേജും എന്ത് ചെയ്യില്ല, ഒരു പ്രൊഡ്യൂസർ ചൂസ് ചെയ്യില്ല. ഒന്നെങ്കിൽ നല്ല ഹി വിൽ ബി ചൂസിങ് ഓൺലി ദ സെക്കൻഡ് സ്റ്റേജ്. ഓക്കെ, കാരണം ഫസ്റ്റും ആൻഡ് തേർഡും എന്താണ്, നോൺ ഇക്കണോമിക് റീജിയൻ ഇൻ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഒരു നോൺ ഇക്കണോമിക് റീജിയനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉണ്ടാവുന്നത്. ഈ ഫസ്റ്റ് സ്റ്റേജും തേർഡ് സ്റ്റേജും നോൺ എക്കണോമിക് ഫാക്ടർ ആണ്. അതുപോലെ തന്നെ the producer will not stop at 1 and he tries to expand production further. ഒന്നിൽ സ്റ്റോപ്പ് ചെയ്യില്ല, കൂടുതൽ പ്രൊഡക്ഷൻ നടത്താനുള്ള കപ്പാസിറ്റി ഒക്കെ നമ്മൾ പ്രൊഡക്ഷൻ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, സെക്കൻഡ് സ്റ്റേജിലേക്ക് ഉറപ്പായിട്ടും അദ്ദേഹം എത്തും. ഈവൻ ഈ ഫിക്സ്ഡ് ഫാക്ടേഴ്സ് ഇസ് ഫ്രീ, ദ റാഷണൽ പ്രൊഡ്യൂസർ വിൽ സ്റ്റോപ്പ് ഓൺലി അറ്റ് ദി എൻഡ് ഓഫ് സ്റ്റേജ് 1. അതായത് നമ്മളുടെ ഈ ഫിക്സ്ഡ് ഫാക്ടേഴ്സ് ഫ്രീ ആണ് എന്നുണ്ടെങ്കിൽ പോലും, അതായത് അതിന് കോസ്റ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് ബിൽഡിങ്ങിനൊന്നും കോസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും he will stop only at the end of stage 1. സ്റ്റേജ് 1ന്റെ ഒന്നെങ്കിൽ സ്റ്റേജ് 1ന്റെ എൻഡിൽ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൽ. ഓക്കെ, where the AP of the variable factor is maximum. സെക്കൻഡ് സ്റ്റേജിന്റെ എൻഡിലാണ് AP എന്താവുന്നത്, മാക്സിമം എത്തുന്നത്. And at the stage of 1, producer will making maximum use of fixed factor. സ്റ്റേജ് 1ലാണ് അദ്ദേഹം ഈ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫിക്സ്ഡ് ഫാക്ടേഴ്സ് ഒക്കെ മാക്സിമം എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റേജ് 2, both AP and MP of the variable factor are diminishing. ആവറേജ് പ്രൊഡക്റ്റ് കുറയുന്നുണ്ട്, MPയും കുറയുന്നുണ്ട്. And this stage represents the stage of range of rational production decision. ഇതിനാണ് നമ്മൾ സ്റ്റേജ് ഓഫ് റാഷണൽ പ്രൊഡക്ഷൻ ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, and stage 2, the producer will decide to produce depends upon the price of variable factor. എത്രത്തോളം നമുക്ക് പ്രൊഡക്ഷൻ നടത്തണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആ വാരിയബിൾ ഫാക്ടർ ആയിട്ടുള്ള ലേബറിന്റെ പ്രൈസിനനുസരിച്ചായി. ഓക്കെ, ഇനി നമ്മൾ പ്രൊഡക്ഷൻ വിത്ത് 2 വാരിയബിൾ ഇൻപുട്സ്, അതാണ് നമ്മൾ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലേക്ക് നമ്മൾ പോകുന്നത്. അതിന് മുമ്പ് നമ്മൾ ഐസോകോണ്ട് എന്താണ് എന്നുള്ളത് നമുക്കറിയാം. ഇൻഡിഫറൻസ് കർവ് നമ്മൾ പറഞ്ഞതാണ്. അത് കൺസ്യൂമറുടെ കേസ് ആണ് എന്ന്.
എന്നുണ്ടെങ്കിൽ നമ്മൾ ഐസോകോണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രൊഡ്യൂസറിന്റെ കേസാണ് നമ്മൾ പറയുന്നത്. സോ ഐസോകോണ്ട് നമ്മൾ ഐസോ ഇൻഡിഫറൻസ് കർവിന് അതേ ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് തന്നെയാണ്. കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ്. ഇറ്റ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ലോക്കസ് ഓഫ് ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് ടു ഇൻപുട്സ് ദാറ്റ് ഗിവ്സ് ദി സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. രണ്ട് ഇൻപുട്ടുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് കാണിക്കുന്ന ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ് ഇതിലുള്ളത്, ഐസോകോണ്ടിലുള്ളത്. ഓക്കെ, പല രീതിയിലുള്ള ഐസോകോണ്ട് ഉണ്ട്. ലീനിയർ ഐസോകോണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഐസോകോണ്ട്. ലീനിയർ ആണെന്നെങ്കിൽ ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും, ഒരു സ്ട്രൈറ്റ് ലൈൻ ഐസോകോണ്ട് ആയിരിക്കും ലീനിയർ ഐസോകോണ്ട് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ആയിരിക്കും. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ രണ്ട് ഇൻപുട്ട് ഉണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് എന്തായാലും അത് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കും രണ്ട് ഇൻപുട്ടും. ഇൻപുട്ട് ഔട്ട്പുട്ട് ആണെന്നുണ്ടെങ്കിൽ സീറോ കോംപ്ലിമെന്ററി ഗുഡ് ആയിരിക്കും. ഓക്കെ, കോംപ്ലിമെന്ററി ഇൻപുട്ടുകളായിരിക്കും രണ്ടും. അത്തരം കേസിലാണ് നമുക്കൊരു ഇൻപുട്ട് ഔട്ട്പുട്ട്, അതായത് എൽ ഷേപ്ഡ് ഐസോകോണ്ട് ഉണ്ടാവുന്നത്. ദെൻ കിങ്ക്ഡ് ഐസോകോൺസ് ഉണ്ട്, ലിമിറ്റഡ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി. ആ കിങ്ക് എന്ന് വെച്ചാൽ ഓരോ ടേണിംഗ് പോയിന്റ് ഉണ്ടാവും, അതിൽ മാത്രം ഉണ്ടാവുന്ന സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ആണ് ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും കിങ്ക്ഡ് ഐസോകോണ്ട് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് സ്മൂത്ത് കോൺവെക്സ് ഐസോകോണ്ട്, ഇതാണ് നമ്മൾ സാധാരണ കാണുന്ന ഐസോകോണ്ട്, സ്മൂത്ത് കോൺവെക്സ് ഐസോകോണ്ട്. ഓക്കെ, ദെൻ ഐസോകോണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു ടേം ആണ് MRTS, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി സ്ലോപ്പ് ഓഫ് ഐസോകോണ്ട് ആണ്. നിങ്ങൾക്കറിയാം ഇതെന്താണ് MRTS എന്നുള്ളത്. ഇവിടെ ഞാനൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഇത് നോക്കിയാൽ കൃത്യമായിട്ട് എന്താണ് MRTS എന്ന് മനസ്സിലാവും. ഡിമിനിഷിങ് MRTS എന്നാണ് നമ്മൾ ഇവിടെ പറയാറില്ലേ. MRTS ഇങ്ങനെ മുകളിന് താഴേക്ക് വരും തോറും എന്താവും, അതിങ്ങനെ കുറഞ്ഞു 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 വരും. ഓക്കെ, അതായത് അഡീഷണലി ഇപ്പോൾ രണ്ട് ഐസോകോണ്ടിൽ നമ്മൾ X ആക്സിൽ ലാബറും Y ആക്സിൽ ക്യാപിറ്റലും കാണിച്ചു കഴിഞ്ഞാൽ അഡീഷണലി നമ്മൾ എടുക്കുന്ന ഒരു ഇൻപുട്ട് കൂട്ടണം. ഇപ്പോൾ ലാബറിന്റെ ക്വാണ്ടിറ്റി കൂട്ടണം അല്ലെങ്കിൽ ക്യാപിറ്റലിന്റെ ക്വാണ്ടിറ്റി കുറക്കണം. ഓക്കെ, സോ ലാബറിന്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് ക്യാപിറ്റൽ കൂട്ടാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ആ കൂട്ടലിന്റെയും ആ കുറയ്ക്കലിന്റെയും അളവ് കുറഞ്ഞു 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 വരും എന്നുള്ളതാണ് ഉദ്ദേശം. ഇപ്പോൾ ഇവിടെ നോക്കുക നിങ്ങൾ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഐസോകോണിൽ ഒരു പോയിന്റ് ആണ് A എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഈ ലാബറിന്റെ അളവ് 1 യൂണിറ്റ് ആണ്, ക്യാപിറ്റൽ ആണെങ്കിൽ 12 യൂണിറ്റ് ഉണ്ട്. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാണ്, B എന്ന് പറയുന്ന പോയിന്റ്. അതിൽ നമ്മൾ 1 യൂണിറ്റ് ലാബർ കൂട്ടി. ഓക്കെ, 1 യൂണിറ്റ് ലാബർ കൂടി, അതായത് 1 ലാബർ ഉള്ളത് 2 ക്വാണ്ടിറ്റി ഓഫ് യൂണിറ്റ് ഓഫ് ലാബർ ആക്കി നമ്മൾ മാറ്റി. അങ്ങനെ ആകുമ്പോൾ ക്യാപിറ്റൽ നമ്മൾ കുറയ്ക്കേണ്ടി വരും. സോ 12 ഉള്ള ക്യാപിറ്റൽ നമ്മൾ എന്താക്കണം, 8 ആയിട്ട് നമ്മൾ കുറയ്ക്കണം. സോ അവിടെ MRTS എന്ന് പറയുന്നത് എന്താണ്, 4 ആണ്. ഓക്കെ, 4 ആണ് അവിടെ MRTS എന്ന് പറയുന്നത്. ഇനി സിയിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 1 യൂണിറ്റും കൂടെ ലാബറിന്റെ അളവ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ എന്താവും, 8 ഉള്ളത് 5 ആയിട്ട് കുറയും. ഓക്കെ, അതായത് അവിടെ ആ ബിന്ന് സിയിലേക്ക് പോകുമ്പോൾ MRTS എന്ന് പറയുന്നത് 3 ആണ്. ഇനി ലേബറിന്റെ യൂണിറ്റ് നമ്മൾ എന്താക്കണം, 4 5 ആക്കണം എന്ന് നോക്കുക, അല്ലെങ്കിൽ 3 ഉള്ളത് 4 ആക്കി കൂട്ടണം നമുക്ക് ലേബറിന്റെ അളവ്. സോ അപ്പൊ ക്യാപിറ്റൽ എന്ത് ചെയ്യേണ്ടി വരും, 5 ഉള്ള ക്യാപിറ്റൽ 3 ആക്കി കുറയ്ക്കേണ്ടി വരും. സോ ഇങ്ങനെയുള്ള ഈ ഒരു ഡിഫറൻസ് ആണ്. 1 യൂണിറ്റ് ലേബർ കൂട്ടുമ്പോൾ നമ്മൾ എത്ര യൂണിറ്റ് ക്യാപിറ്റൽ കുറയ്ക്കേണ്ടി വരും എന്നുള്ളതാണ് എന്ത് കാണിക്കുന്നത്, MRTS കാണിച്ചു തരുന്നത്. സോ ആ ലേബർ, 1 യൂണിറ്റ് ലേബർ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറക്കുന്ന ക്യാപിറ്റലിന്റെ അളവുണ്ട് അല്ലെ, ആ അളവ് ഇങ്ങനെ കുറഞ്ഞ് 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 വരും. അതാണ് ഡിമിനിഷിങ് MRTS എന്ന് പറയുന്നത്. അതായത് 4, 3, 2 അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. അതായത് നമ്മൾ ഐസോകോണിന്റെ മുകളിൽ നിന്നും താഴേക്ക് പോകുമ്പോൾ ഡിമിനിഷിങ് MRTS ആയിരിക്കും. ഓക്കെ, ക്യാപിറ്റലിന്റെ അളവ്, നമ്മൾ കുറക്കുന്ന ക്യാപിറ്റലിന്റെ അളവ് എന്തായിരിക്കും, അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട്. ഓക്കെ, so MRTS of labor and capital is equal to marginal product of labor divided by marginal product of capital. ഇനി the economic region of production. Economic region, ഐസോകോണ്ടിന്റെ എക്കണോമിക് റീജിയൻ എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചില നമുക്ക് കോൺവെക്സ് ആണ് ഐസോകോൺ നമുക്കറിയാം. ഓക്കെ,
സോ അതിനൊരു റിഡ്ജ് ലൈൻ എന്ന് പറയുന്ന ഒരു അപ്പർ റിഡ്ജ് ലൈനും ലോവർ റിഡ്ജ് ലൈനും സാധാരണ നമ്മൾ ഐസോകോൺ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് റിഡ്ജ് ലൈൻസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഈ അപ്പർ റിഡ്ജ് ലൈനും ലോവർ റിഡ്ജ് ലൈനും ഉണ്ട്. സോ ഈ റിഡ്ജ് ലൈൻ വരെയുള്ള ഏരിയാസ് ആണ് എന്ത്, ഇക്കണോമിക് റീജിയൻ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആ റിഡ്ജ് ലൈന് പുറത്തുള്ള അപ്പർ റിഡ്ജ് ലൈനും ലോവർ റിഡ്ജ് ലൈനും പുറത്തുള്ള ഏരിയാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അപ്പർ റിഡ്ജ് ലൈനും ലോവർ റിഡ്ജ് ലൈനും എന്താണ്, അൺഎക്കണോമിക് റീജിയൻ ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഈവൻ ഇൻ ഈ റിഡ്ജ് ലൈൻ പാസ് ചെയ്യുന്ന ഏരിയയിൽ തന്നെ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് എന്തായിരിക്കും, 0 ആയിരിക്കും. സോ ഈ റിഡ്ജ് ലൈൻ അകത്തുള്ള ഏരിയ, അതിനുള്ളിലുള്ള ഏരിയ, നമ്മൾ ഇവിടെ ഷെയ്ഡ് ചെയ്ത ഏരിയാസ് ഉണ്ടല്ലേ, അതാണ് ആക്ച്വലി എന്ത്, എക്കണോമിക് റീജിയൻ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ ഒരു അൺഎക്കണോമിക് റീജിയൻസ് ആണ്. ഓക്കെ, സോ നമ്മൾ ഒരു പ്രൊഡ്യൂസർ എപ്പോഴും എന്ത് ചെയ്യണം, ഈ ഒരു എക്കണോമിക് റീജിയനിലായിരിക്കണം പ്രൊഡക്ഷൻ നടത്തേണ്ടത്. സോ റിഡ്ജ് ലൈൻ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ലോക്കസ് ഓഫ് പോയിന്റ്സ് ഓഫ് ഐസോകോൺ വേർ ദി മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് വൺ ഓഫ് ദി ഫാക്ടർ ഈസ് 0. പ്രൊഡക്റ്റുകളൊക്കെ എന്തായിരിക്കും, 0 ആയിരിക്കും. ഏതെങ്കിലും ഒരു ഫാക്ടറിന്റെ മാർജിനൽ പ്രൊഡക്റ്റ് 0 ആയിരിക്കും നമ്മൾ എന്ന് പറയുന്നത് റിഡ്ജ് ലൈൻ. നൗ കമ്മിങ് ടു ദി റിട്ടേൺസ് ടു സ്കെയിൽ. So changes in output when all factor input of particular production functions are increased together proportionately. So ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എക്സാമ്പിൾ ആണ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ ഇൻപുട്ടുകളും എന്താണ്, വാരിയബിൾസ് ആണ്. ഓക്കെ, so an increase in the scale means all inputs of factor production process are increased in the same proportion. സോ ഇവിടെ സ്കെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇൻപുട്ടുകളും ലേബർ, ക്യാപിറ്റൽ പോലെയുള്ള എല്ലാ ഇൻപുട്ടുകളും നമ്മൾ സെയിം പ്രൊപ്പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. അതാണ് ഇവിടെ ഈ ഒരു സ്കെയിൽ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എല്ലാ ഇൻപുട്ടുകളും ഈക്വൽ ആയിട്ടുള്ള ഒരു പ്രൊപ്പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. The term returns to scale means the degree by which output changes as a result of a given proportionate change in the amount of factors input and production. So നമ്മൾ ഇങ്ങനെ ഒരു സെയിം പ്രൊപ്പോർഷനിൽ നമ്മൾ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ എത്ര കണ്ട് ഔട്ട്പുട്ടിൽ മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഒരു റിട്ടേൺസ് ടു സ്കെയിൽ എന്നുള്ള ആ ഒരു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എത്ര പെർസെൻറ്റേജ്, എത്ര ഡിഗ്രി മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു സ്കെയിലിൽ, അതായത് ഒരു സെയിം പ്രൊപ്പോർഷനിൽ ഇൻപുട്ടുമ്പോൾ എത്ര ഔട്ട്പുട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് റിട്ടേൺസ് ടു സ്കെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ 3 രീതിയിലുള്ള റിട്ടേൺസ് ആണുള്ളത്. ഒന്ന് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആൻഡ് ഡിമിനിഷിങ് ഓർ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. Increasing returns to scale ആണെന്നുണ്ടെങ്കിൽ an increase in the input of all factors in a given proportion leads to an increase in output in a greater proportion. Increase in the input of all factors. നമ്മൾ ഒരു ഇൻപുട്ട് കൂട്ടുമ്പോൾ ഒരു 10% കണ്ട് നമ്മൾ ഇൻപുട്ട് കൂട്ടുമ്പോൾ മോർ ദാൻ 10% എന്തുണ്ടാവുന്നുണ്ട്, മാറ്റം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതാണ് ഇത് ഒരു ഇൻക്രീസിങ് റിട്ടേൺസ് സ്കെയിൽ എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിൽ ആണ് എന്നുണ്ടെങ്കിൽ ഒരു 10% ഇൻപുട്ട് നമ്മൾ കൂട്ടുമ്പോൾ സെയിം 10% തന്നെ മാറ്റം ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്നു. ദെൻ ഡിക്രീസിങ് റിട്ടേൺസ് സ്കെയിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു 10% ഇൻപുട്ട് നമ്മൾ കൂട്ടുമ്പോൾ ലെസ് ദാൻ 10% മാറ്റം ഏതിലുണ്ടാവുന്നുണ്ട്, ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്നുണ്ട്. ഇതാണ് എന്ത്, റിട്ടേൺസ് ടു സ്കെയിൽ എന്നതുകൊണ്ട് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആൻഡ് ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആൻഡ് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. സോ ഇതിപ്പോ നമ്മൾ ഇന്ന് പറഞ്ഞത് ഒന്ന് പ്രൊഡക്ഷൻ എന്താണ് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷന് ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഈ 3 ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ബാക്കി നമുക്ക് നാളെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. സോ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. ബിൻസിയ ആൻഡ് ഷഹന, എനി ഡൗട്ട്?
ഇല്ല സർ. ഓക്കെ, നമ്മൾ ഇത് ബേസിക് ആണ് മിക്കവാറും ടോപ്പിക്സ് ഒക്കെ. എന്നിരുന്നാലും നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം കേട്ടോ. പലതും നമുക്ക് അറിയാമെന്ന് തോന്നും, പക്ഷെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ തറോ ആവണം, കോൺസെപ്റ്റ് നന്നായിട്ട് ക്ലാരിറ്റി വരുത്തണം. ഓക്കെ, എന്നാലേ നമുക്ക് പ്രത്യേകിച്ച് MCQ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ നമുക്ക് അറിയുന്നത് അങ്ങോട്ട് എഴുതി വെക്കാം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ. പക്ഷെ MCQ ആകുമ്പോൾ അങ്ങനെയല്ല, നല്ല ക്ലാരിറ്റി വേണം, കോൺസെപ്ച്വൽ ക്ലാരിറ്റി നന്നായിട്ട് വേണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് കൃത്യമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ മെറ്റീരിയൽ വായിക്കുക, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടു.